ചില വെഡ്ഡിങ് വീഡിയോസൊക്കെ നശിപ്പിച്ച് കളയുന്നത് നമ്മളെ കൂടെയുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ്. ശരിക്കും ഒരു വെഡ്ഡിങ് ഷൂട്ടിൽ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒരേ മൊമെൻറ്റ്സാണ് ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പോൾ വീഡിയോഗ്രാഫർ മൂവിങ് ഷോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഫോട്ടോഗ്രാഫർ മുന്നിൽ കയറി നിൽക്കും. അതുപോലെ തന്നെ ചില ഷോട്ട്സൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് പ്ലേ ബാക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഷോട്ടിൽ കപ്പിൾസ് മാത്രമല്ല ഉണ്ടാവും, നമ്മളെ കൂടെയുള്ള ഫോട്ടോഗ്രാഫറും ഉണ്ടാവും. അതുപോലെ തന്നെ റീടേക്ക് ഇല്ലാത്ത മൊമെൻറ്റ്സിൽ കണ്ടിന്യൂ ആയിട്ട് ഫ്ലാഷ് യൂസ് ചെയ്യുന്നത്. കൂടെ ഒരു വീഡിയോഗ്രാഫർ ഉണ്ടെന്നോ ആ വീഡിയോയിൽ ഇത് ഫ്ലിക്കറിങ് ആയിട്ട് ആ ഷോട്ട് മുഴുവൻ നശിപ്പിക്കുമെന്നോ അതൊന്നും അവർ ചിന്തിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ നോക്കുമ്പോൾ കപ്പിൾസിനെ വീണ്ടും 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 പോസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ ഇമോഷൻസ് ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ശരിക്കും ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മതി. ഷൂട്ടിങ്ങൊക്കെ തുടങ്ങണതിൻ്റെ മുന്നേ ഒരു 2 മിനിറ്റ് ഡിസ്കസ് ചെയ്താൽ മതി. എവിടെ നിൽക്കണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം, രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ആദ്യം തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്താൽ മതി. കാരണം വെഡ്ഡിങ് ഷൂട്ട് ഒരു കോമ്പറ്റീഷനൊന്നുമല്ലല്ലോ, ഒരു ടീം വർക്കായിട്ട് ചെയ്താൽ നല്ല ഔട്ട് നമുക്ക് കിട്ടും.